അന്ന് അതായത് ഈ സംഭവ ദിവസം എന്താണ് നടന്നത് എന്ന് ഉമ്മയ്ക്ക് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് കാര്യം ഓർമ്മ ഉണ്ട്. പിന്നെ മോൻ കഴുത്തിലെറുതിയിട്ട് പിന്നെ ഉമ്മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി അവൻ. പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഈ അന്നത്തെ ദിവസമേ അതിന് മുൻപ് നടന്ന എന്താ? അഫ്സാന, നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ, അഫ്സാൻ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ട്. പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി. ഇതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിട്ട്, കഴിക്കാൻ കൊടുത്തു വിട്ട്. ഈ ഉമ്മയ്ക്ക് അന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഉമ്മ. ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫ്സാനെ, നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് ഉമ്മ പറഞ്ഞത്. പാത്രം കഴുകിയപ്പോഴത്തേക്കിനാണ് ഈ തിരിച്ചു വന്നപ്പം പുറകെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോളിട്ടു. ഉമ്മ ക്ഷമിക്കും, അങ്ങനെയാണോ എന്താ പറഞ്ഞേ? അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല, മോനെ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് വരട്ടെ മക്കളെ, മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊച്ചിനെയൊക്കെ എന്നെയൊക്കെ കണ്ടില്ല. ഈ കഴുത്തേൽ ഷോൾ മുറുക്കിയിട്ട് ഉമ്മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി. ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. അതിനു മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിരുന്നോ? കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തതെന്നുള്ള ഓർമ്മയില്ല. കഴിച്ചാലെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഓർമ്മയില്ല, അതിനെ പറ്റി ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു. ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി. എനിക്ക് ഒരുപാട് കാര്യം റഹീമക്കായിട്ട് പറഞ്ഞു ഞാൻ കേട്ടതാണ്. ഈ എന്തോ കലക്കി അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ചായ കുടിച്ചിരുന്നു? ചായ കുടിച്ചായിരുന്നു. അത് ഈ അഫ്സാനെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷമാണ്? അഫ്സാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച്. ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഉമ്മ പറയാൻ കാരണം എന്തോമ്മ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ കഴുത്തേൽ ഷോള് ഒരുക്കി അമ്മ ഇങ്ങനെ കിടക്കുക അവിടെ? കിടക്കാരെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പിന്നെ ഈ അഫാനപ്പം എന്താ പറഞ്ഞിട്ട് പോകുന്നു ഉമ്മ അടുത്ത്? പിന്നെ പറഞ്ഞ് മച്ചി ക്ഷമിക്കണേ, ഞാൻ ഫർസാനെ വിളിച്ചുകൊണ്ട് വരട്ട്, മച്ചിക്ക് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എപ്പോഴാണ്? പിന്നെ അറിയുന്ന വൈകുന്നേരം. എന്താ ഉമ്മ ആദ്യം ഇങ്ങനെ ഉമ്മയുടെ ഓർമ്മയിലുള്ള എന്താ? ജനലിൽ അടിക്കണത്, കമ്പി വെച്ച് ജനലിൽ അടിക്കണത്. പോലീസുകാർ വന്നിരിക്കുന്നത്.